നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ നിമിഷം നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ സ്രഷ്ടാവ് നിങ്ങളാണ്. ആ അവിശ്വസനീയമായ ശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് 2 ലളിതമായ വാക്കുകളിൽ നിന്ന് തുടങ്ങുന്നു: വിശ്രമിക്കുക, വിശ്വസിക്കുക. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ എത്ര തവണയാണ് തിരക്കിട്ടും സമ്മർദ്ദത്തിലായും എന്ത് സംഭവിക്കുമെന്നോർത്ത് വിഷമിച്ചും ദിവസങ്ങൾ ചെലവഴിക്കുന്നത്? നമ്മൾ നിരന്തരം ഉത്കണ്ഠയിലാണ്, ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നേടാനുള്ള താക്കോൽ യഥാർത്ഥത്തിൽ വെറുതെ വിടുക എന്നതാണെന്ന് ഞാൻ പറഞ്ഞാലോ? അതെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടമാക്കാനുള്ള, നിങ്ങളുടെ സ്വപ്നജീവിതം കെട്ടിപ്പടുക്കാനുള്ള രഹസ്യം വിശ്രമിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. ഇത് വളരെ ലളിതമായി തോന്നുന്നു, അല്ലേ? പക്ഷേ ഇത് നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ സത്യമാണ്. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ അനന്തമായ സാധ്യതകളിലേക്ക് നിങ്ങൾ തുറന്നുകൊടുക്കുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു, ശരീരം സ്വസ്ഥമാകുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കാൻ നിങ്ങൾ ഒരു ഇടം സൃഷ്ടിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ജീവിതത്തിന്റെ സ്വാഭാവിക ഒഴുക്കുമായി നിങ്ങൾ യോജിക്കുന്നു. നിങ്ങൾ ഒഴുക്കിനെതിരെ പോരാടുന്നത് നിർത്തുകയും അതിനൊപ്പം നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇനി ഏറ്റവും ആവേശകരമായ ഭാഗം എന്താണെന്നോ? വിശ്രമവും വിശ്വാസവും പ്രതീക്ഷയുമായി ചേരുമ്പോഴാണ് മാന്ത്രികത സംഭവിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഫലങ്ങൾ കാണാൻ തുടങ്ങുന്നത്. വിദൂര ഭാവിയിലല്ല, ഇവിടെ, ഇപ്പോൾ, ഈ ദിവസം തന്നെ. നമ്മളിൽ പലരും വിശ്വസിച്ച് പഠിപ്പിച്ചത് മാറ്റങ്ങൾക്ക് സമയമെടുക്കുമെന്നാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനു മുമ്പ് നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയും കഷ്ടപ്പെടുകയും സഹിക്കുകയും വേണമെന്ന്. എന്നാൽ അത് സത്യമല്ലെന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ ദിവസം തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞാലോ? ഇതെല്ലാം അവർ വിശ്രമിക്കാനും വിശ്വസിക്കാനും വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാനും തീരുമാനിച്ചതിൽ നിന്ന് ആരംഭിച്ചു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ മുമ്പ് പോസിറ്റീവ് ചിന്തിക്കാൻ ശ്രമിച്ചു. ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചു. അത് എനിക്ക് ഫലിച്ചില്ല. ഞാൻ നിങ്ങളെ കേൾക്കുന്നു, ശരിക്കും കേൾക്കുന്നു. എന്നാൽ കാര്യം ഇതാണ്: ഇത് വെറും പോസിറ്റീവ് ചിന്തകളെക്കുറിച്ചോ വിഷ്വലൈസിംഗിനെക്കുറിച്ചോ മാത്രമല്ല. അത് അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കാവശ്യമുള്ള യാഥാർത്ഥ്യം ഈ നിമിഷം തന്നെ ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ശരിക്കും വിശ്രമിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. നിങ്ങളുടെ ശരീരം പിരിമുറുക്കം വിടുന്നു, നിങ്ങളുടെ മനസ്സ് വ്യക്തമാകുന്നു. അനന്തമായ സാധ്യതകളുടെ ഒരു മണ്ഡലത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ വേറിട്ടതല്ല, നിങ്ങൾ അവയുമായി ഒന്നായി മാറുന്നു. ഇവിടെയാണ് പ്രതീക്ഷ കടന്നുവരുന്നത്. നിങ്ങൾ ഒരു കാര്യം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ അതിനായി ആശിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾക്കതറിയാം, അത് ഇതിനകം സംഭവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കുന്നു. അപ്പോഴാണ് പ്രപഞ്ചം പ്രതികരിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾ കാണുന്നു, നിങ്ങളുടെ ബാഹ്യലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും നിങ്ങളുടെ ആന്തരിക ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും തമ്മിലുള്ള വ്യത്യാസം പ്രപഞ്ചത്തിന് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ഭൗതിക യാഥാർത്ഥ്യത്തിൽ അത് പ്രകടമാകുന്നതിനു മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉള്ളതിന്റെ അനുഭവം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ അപ്പോഴാണ് നിങ്ങളൊരു യഥാർത്ഥ സൃഷ്ടാവാകുന്നത്. എങ്ങനെയാണിത് ചെയ്യേണ്ടത്? അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കാൻ നമ്മൾ എങ്ങനെ വിശ്രമിക്കുകയും വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യും? ഇത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നും ഊർജ്ജത്തിൽ നിന്നും ആരംഭിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും പ്രപഞ്ചത്തിലേക്ക് ഒരു സിഗ്നൽ അയക്കുന്നു. ഇത് ഒരു കുളത്തിലൊരു കല്ല് ഇട്ടതുപോലെയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാറ്റിനെയും ബാധിക്കുന്ന അലകൾ പടരുന്നു. നിങ്ങൾ കുറവുകളെക്കുറിച്ചും ഭയത്തെക്കുറിച്ചും ആശങ്കകളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ആ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സിഗ്നൽ നിങ്ങൾ അയക്കുന്നു. എന്നാൽ നിങ്ങൾ സമൃദ്ധിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ചിന്തിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ ഒരു വ്യത്യസ്ത ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുന്നു. അവിടെ അത്ഭുതങ്ങൾ സാധ്യമാകുക മാത്രമല്ല, പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് മാത്രമല്ല, ഇത് നിങ്ങളുടെ ഊർജ്ജത്തെക്കുറിച്ചാണ്, നിങ്ങളുടെ വൈബ്രേഷനെക്കുറിച്ചാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വികാരവും പ്രപഞ്ചത്തിലേക്ക് ഒരു സിഗ്നൽ അയക്കുന്നു. നിങ്ങൾ സമ്മർദ്ദത്തിലോ ഉത്കണ്ഠയിലോ നിരാശയിലോ ആയിരിക്കുമ്പോൾ നിങ്ങളൊരു താഴ്ന്ന ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുകയാണ്. എന്നാൽ നിങ്ങൾക്ക് വിശ്രമിക്കാനും വിശ്വസിക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പ് തന്നെ സന്തോഷവും കൃതജ്ഞതയും അനുഭവിക്കാനും കഴിയുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ അത്ഭുതങ്ങളെ ആകർഷിക്കുന്ന ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. ചിന്തകളെയും ഊർജ്ജത്തെയും എങ്ങനെ മാറ്റിയെടുക്കാം? അപ്പോൾ നമ്മുടെ ചിന്തകളെയും ഊർജ്ജത്തെയും എങ്ങനെ മാറ്റിയെടുക്കാം? ഇത് അവബോധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദിവസം മുഴുവൻ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നും അനുഭവിക്കുന്നതെന്നും ശ്രദ്ധിക്കുക. നിങ്ങൾ സമ്മർദ്ദത്തിലോ ആശങ്കയിലോ ആയിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. തുടർന്ന് മാറ്റം വരുത്താൻ ബോധപൂർവം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുക. ഒരു ദീർഘശ്വാസം എടുക്കുക. നിങ്ങളുടെ ശരീരം വിശ്രമിക്കുന്നത് അനുഭവിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, എല്ലാം എനിക്ക് വേണ്ടി പൂർണ്ണമായി നടക്കുന്നുവെന്ന് ഞാൻ ശരിക്കും വിശ്വസിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് ചിന്തിക്കുമായിരുന്നു? എന്റെ ആഗ്രഹങ്ങൾ ഇതിനകം എന്റെ അടുത്തേക്ക് വരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നെങ്കിൽ എനിക്കെന്തു തോന്നുമായിരുന്നു? ഇവിടെയാണ് ധ്യാനം കടന്നുവരുന്നത്. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കിടയിൽ നിങ്ങൾ ഒരു ഇടം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ മനസ്സിന്റെ നിരന്തരമായ സംസാരത്തിൽ നിന്ന് നിങ്ങൾ ഒരു ശാന്തതയുടെയും സാധ്യതയുടെയും സ്ഥലത്തേക്ക് കടക്കുന്നു. ഈ സ്ഥലത്ത്
നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾക്ക് പുനഃക്രമീകരിക്കാൻ കഴിയും. നിങ്ങൾ കാണുന്നു, നമ്മുടെ മിക്ക ചിന്തകളും സ്വഭാവങ്ങളും ഉപബോധ മനസ്സിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇത് നമ്മുടെ മുൻകാല അനുഭവങ്ങൾ, വിശ്വാസങ്ങൾ, ചുറ്റുപാടുകൾ എന്നിവയാൽ പ്രോഗ്രാം ചെയ്ത ഒരു ഓട്ടോ പൈലറ്റ് പോലെയാണ്. എന്നാൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ഉപബോധ മനസ്സിനെ സമീപിക്കാനും പ്രോഗ്രാം മാറ്റാനും കഴിയും. ധ്യാനത്തിൽ നിങ്ങൾക്കാവശ്യമുള്ള യാഥാർത്ഥ്യം ദൃശ്യവൽക്കരിക്കാൻ കഴിയും. എന്നാൽ ഓർക്കുക, ഇത് നിങ്ങളുടെ മനസ്സിൽ കാണുന്നതിനെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും അത് അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ്. മികച്ച ആരോഗ്യമുള്ളത് എങ്ങനെയായിരിക്കും? സാമ്പത്തികമായി സമൃദ്ധനായിരിക്കുന്നത് എങ്ങനെയായിരിക്കും? സ്നേഹവും പിന്തുണയുമുള്ള ഒരു ബന്ധത്തിലായിരിക്കുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ഈ വികാരങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സ്വയം അനുവദിക്കുക. അവ നിങ്ങളെ മൂടട്ടെ, അവ നിങ്ങളെ നിറയ്ക്കട്ടെ. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്ക രസതന്ത്രം നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ മാറ്റുകയാണ്. നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യത്തെ പിന്തുണയ്ക്കുന്ന പുതിയ ന്യൂറൽ പാത്വേകൾ നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. എന്നാൽ ഒരു പിൻവലിവുണ്ട്. ഇത് ഒരിക്കൽ മാത്രം ചെയ്താൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇത് ഒരു ദൈനംദിന പരിശീലനമായി മാറണം. എല്ലാ ദിവസവും വിശ്രമിക്കാനും വിശ്വസിക്കാനും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാനും സമയം കണ്ടെത്തുക. ഇത് പല്ല് തേയ്ക്കുന്നതോ പ്രഭാതഭക്ഷണം കഴിക്കുന്നതോ പോലെ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള അടയാളങ്ങൾ ശ്രദ്ധിക്കുക. പ്രപഞ്ചം എല്ലായ്പ്പോഴും നമ്മളുമായി ആശയവിനിമയം നടത്തുന്നു, നമ്മുടെ ഏറ്റവും വലിയ നന്മയിലേക്ക് നമ്മളെ നയിക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ തിരക്കിലാണ്, സമ്മർദ്ദത്തിലാണ്, നമ്മുടെ സ്വന്തം ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ വിശ്രമിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ അടയാളങ്ങളോട് നിങ്ങൾ കൂടുതൽ അടുക്കും. നിങ്ങൾ സമന്വയങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. യാദൃച്ഛികമല്ലാത്തതുപോലെ തോന്നിക്കുന്ന ചെറിയ കാര്യങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുകയും കുറച്ച് നിമിഷങ്ങൾക്കകം അവർ നിങ്ങളെ വിളിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും ഒരേ നമ്പർ കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കാവശ്യമുള്ള വിവരങ്ങൾ കൃത്യമായി നൽകുന്ന ഒരു സംഭാഷണം നിങ്ങൾ കേൾക്കുന്നു. ഇവയെല്ലാം നിങ്ങൾ ശരിയായ പാതയിലാണെന്നതിന്റെ അടയാളങ്ങളാണ്. പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾ കേൾക്കുകയും അവ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ സ്ഥിരീകരണങ്ങളാണ് അവ. എന്നാൽ അവ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അവ അവിടെയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. കൃതജ്ഞതയുടെ ശക്തി. ഇത് മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. കൃതജ്ഞത. നിങ്ങൾക്ക് ഇതിനകം ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ കൂടുതൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു. ഇത് പ്രപഞ്ചത്തോട്, ഹേയ്, നിങ്ങൾ എനിക്ക് നൽകിയ എല്ലാത്തിനും ഞാൻ ശരിക്കും നന്ദിയുള്ളവനാണ്, എനിക്ക് കൂടുതൽ വേണം എന്ന് പറയുന്നത് പോലെയാണ്. അതിനാൽ കൃതജ്ഞത നിങ്ങളുടെ ദൈനംദിന പരിശീലനത്തിന്റെ ഭാഗമാക്കുക. എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് പോലും നിങ്ങൾക്ക് നന്ദിയുള്ള 3 കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ കൃതജ്ഞത അനുഭവിക്കുക. അത് നിങ്ങളെ നിറയ്ക്കട്ടെ. എന്നിട്ട് പക്ഷേ ആ പ്രതീക്ഷയെ ലഘുവായി പിടിക്കുക. നിങ്ങളുടെ പരിമിതമായ മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ മികച്ച ഒരു പദ്ധതി പ്രപഞ്ചത്തിന് നിങ്ങൾക്കുവേണ്ടിയുണ്ടെന്ന് വിശ്വസിക്കുക. ഓർക്കുക, പ്രതീക്ഷ എന്നത് ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കാൻ കാത്തിരിക്കുന്നതിനെക്കുറിച്ചല്ല. അത് ഇതിനകം സംഭവിച്ചതുപോലെ ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. ഭാവിയെ വർത്തമാന നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ സന്തോഷം മാറ്റിവെക്കുന്നു. നമ്മൾ പറയും, ആ ജോലി കിട്ടുമ്പോൾ ഞാൻ സന്തോഷവാനായിരിക്കും. അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക വരുമാനം നേടുമ്പോൾ എനിക്ക് വിജയിച്ചതായി തോന്നും. അല്ലെങ്കിൽ ശരിയായ പങ്കാളിയെ കണ്ടെത്തുമ്പോൾ എനിക്ക് സ്നേഹിക്കപ്പെട്ടതായി തോന്നും. എന്നാൽ സത്യമിതാണ്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ആദ്യത്തെ ദശലക്ഷം ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിജയിച്ചതായി തോന്നാം. നിങ്ങളുടെ ആത്മമിത്രത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്നേഹം അനുഭവിക്കാം. ശാരീരിക ലക്ഷണങ്ങൾ അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആരോഗ്യവാനായി തോന്നാം. നിങ്ങൾക്ക് ആ വികാരങ്ങൾ നിങ്ങൾക്കുള്ളിൽ സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ ആ വികാരങ്ങളുമായി പൊരുത്തപ്പെടുന്ന അനുഭവങ്ങൾ ആകർഷിക്കുന്ന ഒരു കാന്തമായി നിങ്ങൾ മാറും. ഇതാണ് അവസാന ഫലത്തിൽ ജീവിക്കുക എന്നതിനർത്ഥം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകം ഉള്ള നിങ്ങളുടെ പതിപ്പിനെ ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ചാണ്. ആ പതിപ്പ് എങ്ങനെ ചിന്തിക്കും? അവർക്ക് എന്തു തോന്നും? അവർ എങ്ങനെ സ്വയം വഹിക്കും? അവർ എങ്ങനെ സംസാരിക്കും? ഇന്ന് തന്നെ നിങ്ങളുടെ ആ പതിപ്പായി ജീവിക്കാൻ തുടങ്ങുക. ബാഹ്യ സാഹചര്യങ്ങൾ മാറാൻ കാത്തിരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങൾ തന്നെയാകുക. പതിവായ പരിശീലനത്തിന്റെ പ്രാധാന്യം. ഇത് വെല്ലുവിളിയാണെന്ന് തോന്നിയേക്കാം എന്നെനിക്കറിയാം. നിങ്ങളിപ്പോൾ എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് ഒരു വലിയ കുതിച്ചുചാട്ടമാണെന്ന് തോന്നിയേക്കാം എന്നെനിക്കറിയാം. എന്നാൽ ഓർക്കുക, ഈ കുതിച്ചുചാട്ടം ഒറ്റയടിക്ക് നടത്തേണ്ടതില്ല. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ തുടങ്ങാം. ഒരു ദിവസം 5 മിനിറ്റ് മാത്രം മതി. നിശബ്ദമായിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ ആദർശ ജീവിതം ജീവിക്കുന്നത് സങ്കൽപ്പിക്കുക. ആ ജീവിതവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ അനുഭവിക്കുക. അവ നിങ്ങളുടെ ശരീരം മുഴുവൻ നിറയട്ടെ. എന്നിട്ട് കണ്ണുകൾ തുറക്കുമ്പോൾ ആ വികാരങ്ങൾ നിങ്ങളുടെ ദിവസത്തിലേക്ക് കൊണ്ടുപോകുക. നിങ്ങൾ ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ ആദ്യം അത് ചെറിയ കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനം തോന്നും. സമ്മർദ്ദം കുറച്ചുകൂടി നന്നായി കൈകാര്യം ചെയ്യും.
നിങ്ങളുടെ ദിവസം മുഴുവൻ കൂടുതൽ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. എന്നാൽ നിങ്ങൾ ഈ പരിശീലനം തുടരുമ്പോൾ, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പതിവ് ഭാഗമാക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. അവസരങ്ങൾ മുന്നിൽ വരും. ആളുകൾക്ക് നിങ്ങളുടെ ഊർജ്ജത്തോട് ആകർഷണം തോന്നും. നിങ്ങളെ ശല്യപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ നിങ്ങളെ അത്രയധികം ബാധിക്കില്ല. നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെട്ടുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ കഷ്ടപ്പെടുകയോ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുകയോ ചെയ്തതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ വിശ്രമിക്കുകയും വിശ്വസിക്കുകയും വലിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പ്രതീക്ഷിക്കുകയും ചെയ്തതുകൊണ്ടാണ്. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുക. നമ്മുടെ ആഗ്രഹങ്ങൾ പ്രകടമാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചിലർക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വാർത്ഥമാണെന്ന് ആശങ്കയുണ്ട്. നമുക്കുവേണ്ടി കൂടുതൽ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകളയുന്നു എന്നവർ കരുതുന്നു. എന്നാൽ സത്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഒരു മികച്ച ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും വൈബ്രേഷൻ നിങ്ങൾ ഉയർത്തുന്നു. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ വിജയം, നിങ്ങളുടെ സമൃദ്ധി എന്നിവ മറ്റാരുടെയും ഒന്നും എടുത്തുകളയുന്നില്ല. വാസ്തവത്തിൽ അത് മറ്റുള്ളവരെ അവരുടെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ നേടാൻ പ്രചോദിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. സന്തോഷവാനും ആത്മവിശ്വാസവാനും വിജയകരനുമായ ഒരാളുടെ ചുറ്റുമിരിക്കുമ്പോൾ നിങ്ങൾക്കെന്തു തോന്നും? നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ സാധ്യമാണെന്ന് വിശ്വസിക്കാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നില്ലേ? അതാണ് നിങ്ങളുടെ സ്വന്തം വൈബ്രേഷൻ ഉയർത്തുന്നതിന്റെ അലയൊലി പ്രഭാവം. അതിനാൽ പിന്നോട്ടു പോകരുത്. നിങ്ങളുടെ വെളിച്ചം മങ്ങിക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും മികച്ചതും സമൃദ്ധവും സന്തോഷവാനുമായുള്ള നിങ്ങളുടെ രൂപമാകാൻ ലോകത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഉയർന്ന കഴിവുകളിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെയും അങ്ങനെ ചെയ്യാൻ നിങ്ങൾ പ്രചോദിപ്പിക്കുന്നു. ഭയത്തെ അതിജീവിക്കുക. വിശ്രമിക്കാനും വിശ്വസിക്കാനും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാനും നമ്മളെ തടയുന്നൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. പരാജയ ഭയം, വിജയഭയം, അജ്ഞാതമായതിനെക്കുറിച്ചുള്ള ഭയം. ഈ ഭയങ്ങൾ നമ്മളെ തളർത്തിക്കളയും, ചെറിയ കാര്യങ്ങളിൽ ഒതുക്കി നിർത്തും. ഇത് വെറുമൊരു ചിന്തയാണ്. ഇത് യഥാർത്ഥമല്ല. ഇത് മുൻകാല അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതോ ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതോ ആയ മനസ്സിന്റെ ഒരു പ്രൊജക്ഷനാണ്. നിങ്ങൾക്ക് കുറവിനെക്കുറിച്ചോ സമൃദ്ധിയെക്കുറിച്ചോ ചിന്തിക്കാൻ തിരഞ്ഞെടുക്കാൻ കഴിയുന്നതുപോലെ നിങ്ങളുടെ ഭയങ്ങളെ വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഭയം വരുമ്പോൾ അത് വരും. അതിനെതിരെ പോരാടാനോ അതിനെ ഒഴിവാക്കാനോ ശ്രമിക്കരുത്. പകരം അത് തിരിച്ചറിയുക, നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന് നന്ദി പറയുക, എന്നിട്ട് പകരം വിശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തിരഞ്ഞെടുക്കുക. എന്ത് സംഭവിച്ചാലും അത് കൈകാര്യം ചെയ്യാനുള്ള ശക്തിയും പ്രതിരോധശേഷിയും നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുക. ഓർക്കുക, ഓരോ തവണയും നിങ്ങൾ ഭയത്തിനു പകരം വിശ്വാസം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തെ പുനഃക്രമീകരിക്കുകയാണ്. നിങ്ങളുടെ പുതിയ ശക്തമായ യാഥാർത്ഥ്യത്തെ പിന്തുണയ്ക്കുന്ന പുതിയ ന്യൂറൽ പാത്വേകൾ നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. മസ്തിഷ്കത്തെക്കുറിച്ച് പറയുമ്പോൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ച് ഒരു നിമിഷം സംസാരിക്കാം. ജീവിതകാലം മുഴുവൻ പുതിയ ന്യൂറൽ കണക്ഷനുകൾ രൂപീകരിച്ച് മസ്തിഷ്കത്തിന് സ്വയം പുനഃസംഘടിപ്പിക്കാനുള്ള കഴിവാണ് ഇത്. ഇതിനർത്ഥം നിങ്ങളുടെ ചിന്തകൾ, അനുഭവങ്ങൾ, സ്വഭാവങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ മസ്തിഷ്കം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നിങ്ങൾ സ്ഥിരമായി വിശ്രമം, വിശ്വാസം, നല്ല പ്രതീക്ഷ എന്നിവ പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ഘടനയെ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ മാറ്റുകയാണ്. ഈ അവസ്ഥകളെ പിന്തുണയ്ക്കുന്ന പുതിയ ന്യൂറൽ പാത്വേകൾ നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം പരിശീലിക്കുന്നുവോ അത്രത്തോളം ഈ പാതകൾ ശക്തമാകും. അതുകൊണ്ടാണ് സ്ഥിരത ഇത്രയും പ്രധാനമായിരിക്കുന്നത്. ഇത് ഒരു മികച്ച ധ്യാന സെഷനോ അല്ലെങ്കിൽ വളരെ നല്ലതായി തോന്നുന്ന ഒരു ദിവസമോ ഉള്ളതിനെക്കുറിച്ചല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പതിവ് ഭാഗമാക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ആഗ്രഹിക്കാത്തതിനെക്കുറിച്ചല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ്. ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവയുടെ സമന്വയം. ഈ ജോലി ആരംഭിക്കുമ്പോൾ പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവർ പറയും, ഞാൻ മുമ്പ് നല്ലത് ചിന്തിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും മാറിയില്ല. ഞാൻ നിങ്ങളെ കേൾക്കുന്നു, ശരിക്കും കേൾക്കുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഈ ജോലി വെറും നല്ല ചിന്തകളെക്കുറിച്ചല്ല. ഇത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒരുമിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ കാണുന്നു, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വികാരങ്ങളെ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനാൽ നിങ്ങൾ നല്ല ചിന്തകൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഭയമോ സംശയമോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ ഭയത്തെയും സംശയത്തെയും പ്രതിഫലിപ്പിക്കും. നിങ്ങളുടെ ഫലങ്ങൾ അതിന് സമാനമായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, അത് അനുഭവിക്കുകയും ഉൾക്കൊള്ളുകയും അത് ഇതിനകം നിങ്ങളുടെ യാഥാർത്ഥ്യമാണെന്ന് കരുതുകയും ചെയ്യേണ്ടത് പ്രധാനമായിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം ഒരുമിക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ അജയ്യനാകുന്നത്. ഈ ജോലി എന്നത് എല്ലാ സമയത്തും സന്തോഷവാനായിരിക്കാൻ സ്വയം നിർബന്ധിക്കുന്നതിനെക്കുറിച്ചല്ല. നിങ്ങളുടെ നെഗറ്റീവ് വികാരങ്ങളെ നിഷേധിക്കുന്നതിനെക്കുറിച്ചോ
എല്ലാം പൂർണ്ണമാണെന്ന് നടിക്കുന്നതിനെക്കുറിച്ചോ അല്ല. നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുന്നതിനെക്കുറിച്ചാണ്. അത് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ശക്തിയുണ്ട്. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് വികസിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നിങ്ങൾക്ക് വേണ്ടാത്തതിലല്ല. നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ എവിടെയായിരുന്നു എന്നതിലല്ല. സാധ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നിങ്ങളെ പരിമിതപ്പെടുത്തുന്നതിലല്ല. ഓർക്കുക, ഇത് യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്നതിനെക്കുറിച്ചോ നിഷേധത്തിൽ ജീവിക്കുന്നതിനെക്കുറിച്ചോ അല്ല. നിങ്ങളുടെ ധാരണ നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. രണ്ട് ആളുകൾക്ക് ഒരേ സാഹചര്യത്തെ നോക്കുകയും അവരുടെ മാനസികാവസ്ഥയെയും വിശ്വാസങ്ങളെയും അടിസ്ഥാനമാക്കി തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങൾ കാണാനും കഴിയും. അതിനാൽ നല്ലത് കാണാൻ തിരഞ്ഞെടുക്കുക, അവസരങ്ങൾ കാണാൻ തിരഞ്ഞെടുക്കുക, ഓരോ അനുഭവത്തിലെയും പാഠങ്ങൾ കാണാൻ തിരഞ്ഞെടുക്കുക. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ സാധ്യതകളുടെ ഒരു പുതിയ ലോകത്തേക്ക് നിങ്ങൾ തുറന്നുകൊടുക്കുന്നു. നിങ്ങളുടെ ഊർജവും സ്വീകരിക്കാനുള്ള സന്നദ്ധതയും. ഇനി ഊർജത്തെക്കുറിച്ച് ഒരു നിമിഷം സംസാരിക്കാം. പ്രപഞ്ചത്തിലെ എല്ലാം വ്യത്യസ്ത ഫ്രീക്വൻസികളിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഊർജമാണ്. സമാനമായതിനെ ആകർഷിക്കുന്നു. ഇതിനർത്ഥം നിങ്ങൾ ലോകത്തേക്ക് പുറത്തുവിടുന്ന ഊർജം തന്നെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ്. നിങ്ങൾ സമ്മർദ്ദം, ആശങ്ക, കുറവ് എന്നിവയുടെ ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുന്ന കൂടുതൽ അനുഭവങ്ങൾ നിങ്ങൾ ആകർഷിക്കും. എന്നാൽ നിങ്ങൾ സമാധാനം, സന്തോഷം, സമൃദ്ധി എന്നിവയുടെ ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പകരം ആ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുന്ന അനുഭവങ്ങൾ നിങ്ങൾ ആകർഷിക്കും. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെ ഉയർത്താം? നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും ആരംഭിക്കുന്നു. എന്നാൽ ഇത് നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുന്നതിനെയും ഉൾപ്പെടുന്നു. നിങ്ങളുടെ സ്വന്തം വൈബ്രേഷൻ നിങ്ങൾ ഉയർത്തുന്നു. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുമ്പോൾ നിങ്ങൾ നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും എല്ലാറ്റിനെയും ബാധിക്കുന്നു. നിങ്ങൾ ഒരു ദീപസ്തംഭം പോലെയാകുന്നു. പോസിറ്റീവ് ഊർജം പ്രസരിപ്പിക്കുകയും മറ്റുള്ളവരെയും അവരുടെ വൈബ്രേഷൻ ഉയർത്താൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. അനിശ്ചിതത്വത്തെ സ്വീകരിക്കുക, ഭരമേൽപ്പിക്കുക. ഈ യാത്രയിൽ പലപ്പോഴും ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിശ്ചിതത്വത്തിന്റെ ആവശ്യം. നമ്മൾ മനുഷ്യർക്ക് നിശ്ചിതത്വം ഇഷ്ടമാണ്. കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായി അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾക്ക് ഗ്യാരണ്ടികൾ വേണം. എന്നാൽ സത്യമിതാണ്, ജീവിതം സ്വാഭാവികമായും അനിശ്ചിതമാണ്. ആ അനിശ്ചിതത്വം യഥാർത്ഥത്തിൽ ഒരു സമ്മാനമാണ്. അതാണ് ജീവിതത്തെ ആവേശകരവും സാധ്യതകൾ നിറഞ്ഞതുമാക്കുന്നത്. നിങ്ങൾക്ക് അനിശ്ചിതത്വത്തെ സ്വീകരിക്കാൻ കഴിയുമ്പോൾ, അതിനെ ഒരു ഭീഷണിയായി കാണുന്നതിനു പകരം ഒരു സാഹസിക യാത്രയായി കാണാൻ കഴിയുമ്പോൾ, അപ്പോഴാണ് യഥാർത്ഥ അത്ഭുതങ്ങളിലേക്ക് നിങ്ങൾ തുറന്നുകൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എല്ലാം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമായിരുന്നെങ്കിൽ എവിടെയായിരിക്കും ആവേശം, എവിടെയായിരിക്കും വളർച്ച? നിങ്ങളുടെ പരിമിതമായ മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ മികച്ച എന്തെങ്കിലും കൊണ്ട് പ്രപഞ്ചത്തിന് നിങ്ങളെ അത്ഭുതപ്പെടുത്താനുള്ള അവസരം എവിടെയായിരിക്കും? അതിനാൽ നിശ്ചിതത്വം തേടുന്നതിനു പകരം വിശ്വാസം തേടുക. നിങ്ങളിൽ വിശ്വസിക്കുക, പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. എല്ലാം എല്ലായ്പ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ നന്മയ്ക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുക. ആ നിമിഷം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും. സമർപ്പണം എന്ന ആശയം. സമർപ്പണം എന്നാൽ ഉപേക്ഷിക്കുകയോ നിഷ്ക്രിയനാകുകയോ എന്നല്ല. അത് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാനുള്ള ആവശ്യം വിട്ടുകൊടുക്കുക എന്നതാണ്. ഒരു ഉയർന്ന ശക്തിയിൽ വിശ്വസിക്കുക എന്നതാണ്. നിങ്ങളതിനെ ദൈവം, പ്രപഞ്ചം, ഉറവിട ഊർജം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്ന് വിളിച്ചാലും, നിങ്ങൾ സമർപ്പിക്കുമ്പോൾ കാര്യങ്ങൾ സംഭവിക്കാൻ ശ്രമിക്കുന്നതിന്റെ പിരിമുറുക്കം നിങ്ങൾ ഉപേക്ഷിക്കുന്നു. നിങ്ങളെ നയിക്കാൻ നിങ്ങൾ സ്വയം അനുവദിക്കുന്നു. സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു. പലപ്പോഴും നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് ബലം പ്രയോഗിച്ചോ നിയന്ത്രണം കൊണ്ടോ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതിനേക്കാൾ വലുതായിരിക്കും. ലക്ഷ്യങ്ങൾ, പ്രചോദിത പ്രവൃത്തികൾ, ക്ഷമ. ഇപ്പോൾ നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് ലക്ഷ്യങ്ങളുണ്ട്, എനിക്ക് നേടേണ്ട കാര്യങ്ങളുണ്ട്, എനിക്ക് എങ്ങനെ സമർപ്പിക്കാനും എന്റെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കാനും കഴിയും? അതൊരു മികച്ച ചോദ്യമാണ്. പ്രധാന കാര്യം നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ നിശ്ചയിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമാക്കുക. എന്നിട്ട് അതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനോടുള്ള അടുപ്പം ഉപേക്ഷിക്കുക. നിങ്ങളുടെ ഭാഗം ചെയ്യുക, പ്രചോദിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, എന്നിട്ട് വിട്ടുകൊടുക്കുകയും ബാക്കിയെല്ലാം പ്രപഞ്ചം നോക്കിക്കോളുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. ഇതൊരു വിത്ത് നടുന്നത് പോലെയാണ്. നിങ്ങൾ മണ്ണ് തയ്യാറാക്കുന്നു, വിത്ത് നടുന്നു, നനയ്ക്കുന്നു, സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. പക്ഷേ അത് വളരുന്നുണ്ടോ എന്ന് കാണാൻ എല്ലാ ദിവസവും വിത്ത് കുഴിച്ചു നോക്കില്ല. നിങ്ങൾ സ്വാഭാവിക പ്രക്രിയയിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്താൽ കാലക്രമേണ സസ്യം വളരുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആ വിത്ത് പോലെയാണ്. വ്യക്തമായ ഉദ്ദേശ്യത്തോടെ അവ നടുക. നിങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും കൊണ്ട് അവയെ പരിപോഷിപ്പിക്കുക. എന്നിട്ട് പ്രക്രിയയിൽ വിശ്വസിക്കുക. നിങ്ങൾ ഫലങ്ങൾ ഇതുവരെ കണ്ടില്ലെങ്കിൽ പോലും അവ വളരുന്നുണ്ടെന്ന് വിശ്വസിക്കുക.
ഇത് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതിന്റെ മറ്റൊരു നിർണായക വശത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു: ക്ഷമ. നമ്മുടെ അതിവേഗ ലോകത്ത് എല്ലാം തൽക്ഷണം സംഭവിക്കാൻ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നു. നമ്മളൊരു ഉദ്ദേശം നിശ്ചയിക്കുന്നു, എന്നിട്ട് ഉടൻ തന്നെ ഫലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? എന്നാൽ ഓർക്കുക, എന്തെങ്കിലും സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്നല്ല. പലപ്പോഴും ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉപരിതലത്തിനടിയിലാണ് സംഭവിക്കുന്നത്, മണ്ണിൽ നിന്ന് പുറത്തുവരുന്നതിനു മുമ്പ് ഭൂമിക്കടിയിൽ മുളയ്ക്കുന്ന വിത്തുപോലെ. അതിനാൽ നിങ്ങളോടും പ്രക്രിയയോടും ക്ഷമ കാണിക്കുക. എല്ലാം തികഞ്ഞ സമയത്താണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുക. ഇതിനിടയിൽ യാത്ര ആസ്വദിക്കുക. നിങ്ങളുടെ സന്തോഷത്തിനായി ഭാവിയിലേക്ക് മാത്രം നോക്കാതെ വർത്തമാന നിമിഷത്തിൽ സന്തോഷം കണ്ടെത്തുക. കൃതജ്ഞതയും വാക്കുകളുടെ ശക്തിയും. ഇനി നിങ്ങളുടെ പ്രകടനങ്ങളെ ശരിക്കും വേഗത്തിലാക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം: കൃതജ്ഞത അത്ഭുതങ്ങൾക്കുള്ള ഒരു കാന്തം പോലെയാണ്. നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ കൂടുതൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു. ഓരോ ദിവസവും കൃതജ്ഞതയോടെ ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക. രാവിലെ ഉറക്കമുണരുമ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനു മുമ്പ് നിങ്ങൾക്ക് നന്ദിയുള്ള 3 കാര്യങ്ങൾ ചിന്തിക്കുക. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ ദിവസം വിലയിരുത്തുകയും അഭിനന്ദിക്കാൻ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. നിങ്ങളുടെ ദിവസം മുഴുവൻ നന്ദിയുള്ള കാര്യങ്ങൾക്കായി നോക്കുക. ആദ്യം, നിങ്ങൾ നന്ദി പറയാൻ കാര്യങ്ങൾ ശരിക്കും തിരയേണ്ടി വന്നേക്കാം, പ്രത്യേകിച്ചും നിങ്ങൾ ഒരു വെല്ലുവിളി നിറഞ്ഞ സമയത്തിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിൽ. എന്നാൽ നിങ്ങൾ എത്രത്തോളം കൃതജ്ഞത പരിശീലിക്കുന്നുവോ അത്രത്തോളം അത് സ്വയമേവയായി മാറും. നിങ്ങൾ എല്ലായിടത്തും സൗന്ദര്യവും അനുഗ്രഹങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇതൊരു കാര്യമാണ്. കാര്യങ്ങൾ സംഭവിക്കുന്നതിനു മുമ്പ് തന്നെ അവയോട് നന്ദിയുള്ളവരായി തുടങ്ങുക. നിങ്ങൾക്കാവശ്യമുള്ള ജോലിയോട് അത് ഇതിനകം ഉള്ളതുപോലെ നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന മികച്ച ആരോഗ്യത്തോട് അത് ഇതിനകം നിങ്ങളുടെ യാഥാർത്ഥ്യമാണെന്ന് കരുതി നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹബന്ധത്തോട് നിങ്ങളുടെ പങ്കാളി ഇതിനകം നിങ്ങളുടെ അരികിലുള്ളതുപോലെ നന്ദിയുള്ളവരായിരിക്കുക. ഇതാണ് അവസാന ഫലത്തിൽ ജീവിക്കുക എന്നതിനർത്ഥം. നിങ്ങളുടെ ഭൗതിക യാഥാർത്ഥ്യത്തിൽ അത് പ്രകടമാകുന്നതിനു മുമ്പ് നിങ്ങൾക്കാവശ്യമുള്ളത് ഉള്ളതിന്റെ വികാരങ്ങൾ അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ് ഇത്. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമ്പോൾ നിങ്ങൾ ഒരു അജയ്യനായ സൃഷ്ടിശക്തിയായി മാറും. ഇപ്പോൾ ഈ ജോലിയിലൂടെ ആളുകൾക്ക് ഫലങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ആവശ്യമുള്ളത് പ്രകടമാക്കും, എന്നിട്ട് അവർക്ക് സംശയം തോന്നും. അവർ ചിന്തിക്കും, അതൊരു യാദൃച്ഛികതയായിരുന്നോ? ഞാൻ ശരിക്കും അത് സൃഷ്ടിച്ചതാണോ? യാദൃച്ഛികതകൾ എന്നൊന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഫലമാണ്. എല്ലാം നിങ്ങളുടെ ആന്തരിക ലോകത്തിന്റെ പ്രതിഫലനമാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ അവ ആഘോഷിക്കുക. അവ സൃഷ്ടിക്കുന്നതിൽ നിങ്ങളുടെ പങ്ക് അംഗീകരിക്കുക. കാരണം നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം ശക്തിയിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ശക്തിപ്പെടുത്തുന്നു. പ്രക്രിയയിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ദൃഢമാക്കുന്നു. കൂടുതൽ അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു. ഓർക്കുക, നിങ്ങൾ എന്തിനെ അഭിനന്ദിക്കുന്നുവോ അത് വർദ്ധിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ നിങ്ങൾ എത്രത്തോളം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം നല്ല കാര്യങ്ങൾ നിങ്ങൾ ആകർഷിക്കും. ഇനി നിങ്ങളുടെ പ്രകടനങ്ങളെ ശരിക്കും സൂപ്പർചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം: നിങ്ങളുടെ വാക്കുകളുടെ ശക്തി. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന മന്ത്രങ്ങൾ പോലെയാണ്. അവയ്ക്ക് സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ സുഖപ്പെടുത്താനോ ദോഷം ചെയ്യാനോ ശക്തിയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നിരന്തരം പരാതിപ്പെടുകയാണോ? നിങ്ങൾ കുറവിനെക്കുറിച്ചും പരിമിതിയെക്കുറിച്ചും സംസാരിക്കുകയാണോ? അതോ സമൃദ്ധി, സാധ്യത, കൃതജ്ഞത എന്നിവയുടെ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണോ? നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി യോജിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ബോധപൂർവം ശ്രമിക്കുക. എനിക്കതിന് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം അതിപ്പോൾ എന്റെ മുൻഗണനയല്ല എന്ന് ശ്രമിക്കുക. ഞാൻ വളരെ സമ്മർദ്ദത്തിലാണ് എന്ന് പറയുന്നതിന് പകരം വെല്ലുവിളികളെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ ഞാൻ പഠിക്കുകയാണ് എന്ന് പറയുക. ഏറ്റവും പ്രധാനമായി, നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വന്തം സംസാരം മറ്റെന്തിനേക്കാളും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. ദയയും പ്രോത്സാഹനവും സ്നേഹവും ഉപയോഗിച്ച് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ആരാധിക നിങ്ങളായിരിക്കുക. ഭൂതകാലത്തെ മറികടക്കുക, സ്വയം പരിപാലിക്കുക. ഈ ജോലി ആരംഭിക്കുമ്പോൾ പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഭൂതകാലം, ഞാൻ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്, എനിക്ക് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് എങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ നിർവചിക്കുന്നില്ല. നിങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ നിങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ട്, അതെ, പക്ഷേ നിങ്ങൾ ആരാകുമെന്ന് അവ നിർണ്ണയിക്കുന്നില്ല. ഓരോ നിമിഷവും ഒരു പുതിയ തുടക്കമാണ്. ഓരോ ശ്വാസവും പുതുതായി തുടങ്ങാനുള്ള ഒരവസരമാണ്. നിങ്ങൾ നിങ്ങളുടെ മുൻകാല തെറ്റുകളോ പരാജയങ്ങളോ അല്ല. നിങ്ങൾ നിങ്ങളുടെ പരിമിതമായ വിശ്വാസങ്ങളോ പഴയ ശീലങ്ങളോ അല്ല. നിങ്ങളൊരു ശക്തനായ സ്രഷ്ടാവാണ്. ഏതു നിമിഷവും സ്വയം പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ളയാളാണ്. അതിനാൽ
ഭൂതകാലത്തിൽ മുഴുകുന്നതിനു പകരം അതിനെ വളർച്ചയ്ക്കുള്ള ഒരു സ്പ്രിംഗ് ബോർഡായി ഉപയോഗിക്കുക. നിങ്ങൾ എന്ത് പാഠങ്ങളാണ് പഠിച്ചത്? നിങ്ങളുടെ വെല്ലുവിളികൾ നിങ്ങളെ എങ്ങനെ ശക്തനാക്കി? നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ വളർച്ചയെ ശക്തിപ്പെടുത്താനും മറ്റുള്ളവരെ സഹായിക്കാനും നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം? നിങ്ങളുടെ ഭൂതകാലത്തെ ഈ രീതിയിൽ പുനർനിർമ്മിക്കാൻ കഴിയുമ്പോൾ അത് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നില്ല, പകരം അത് രൂപാന്തരീകരണത്തിനുള്ള ഒരു ശക്തമായ ഉപകരണമായി മാറുന്നു. ഇനി ദീർഘകാലത്തേക്ക് ഈ പരിശീലനം നിലനിർത്തുന്നതിന് നിർണായകമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. സ്വയം പരിചരണം. നിങ്ങളെ തന്നെ പരിപാലിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് അത്യാവശ്യമാണ്. ഒഴിഞ്ഞ ഒരു കപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിക്കാൻ കഴിയില്ല. നിങ്ങൾ ക്ഷീണിതനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഊർജം പ്രസരിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ സ്വയം പരിചരണത്തിന് മുൻഗണന നൽകുക. ഇത് ഓരോ വ്യക്തിക്കും വ്യത്യസ്ത കാര്യങ്ങളാണ് അർത്ഥമാക്കുന്നത്. ഇത് ധ്യാനത്തിനോ വ്യായാമത്തിനോ സമയം കണ്ടെത്തുന്നത് അർത്ഥമാക്കാം. നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് നോ പറയുന്നത് അർത്ഥമാക്കാം. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുകയോ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ഹോബി പിന്തുടരുകയോ അർത്ഥമാക്കാം. സ്വയം പരിചരണം നിങ്ങൾക്ക് എന്തുതന്നെയാണെങ്കിലും അത് മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നാക്കുക. മറ്റ് പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ പോലെ നിങ്ങളുടെ ദിവസത്തിൽ അതിനായി സമയം കണ്ടെത്തുക. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ പരിപാലിക്കുമ്പോൾ മറ്റുള്ളവർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നൽകാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഓർക്കുക, സ്വയം പരിചരണം നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് മാത്രമല്ല, അത് നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തെക്കുറിച്ചും കൂടിയാണ്. നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ എന്ത് ചിന്തകളാണ് നൽകുന്നതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നിരന്തരം നെഗറ്റീവ് വാർത്തകൾ കാണുകയാണോ? അല്ലെങ്കിൽ പരദൂഷണങ്ങളിൽ ഏർപ്പെടുകയാണോ? അതോ പ്രചോദനം നൽകുന്ന പുസ്തകങ്ങൾ, സന്തോഷകരമായ സംഭാഷണങ്ങൾ, നല്ല ഉറപ്പുകൾ എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിന് ഭക്ഷണം നൽകുകയാണോ? നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണോ? നിങ്ങൾ എന്ത് നട്ടുപിടിപ്പിക്കുന്നുവോ, എന്ത് പരിപോഷിപ്പിക്കുന്നുവോ അതാണ് വളരുന്നത്. അതിനാൽ നിങ്ങളുടെ മാനസിക പൂന്തോട്ടത്തിൽ നിങ്ങൾ എന്താണ് നടുന്നത് എന്ന ഉദ്ദേശ്യത്തോടെ ശ്രദ്ധിക്കുക. യാത്ര തുടരുക. നിങ്ങളുടെ വെളിച്ചം പ്രകാശിപ്പിക്കുക. ഇനി നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ജോലി ഒരു യാത്രയാണ്, ഒരു ലക്ഷ്യസ്ഥാനമല്ല. ഉയർച്ച താഴ്ചകളുണ്ടാകും. ലോകത്തിന്റെ നെറുകയിലാണെന്ന് തോന്നുന്ന ദിവസങ്ങളും നല്ല ചിന്തകൾ നിലനിർത്താൻ പാടുപെടുന്ന ദിവസങ്ങളും ഉണ്ടാകും. അതൊന്നും സാരമില്ല, അത് മനുഷ്യാനുഭവത്തിന്റെ ഭാഗമാണ്. ഈ വ്യതിയാനങ്ങളെക്കുറിച്ച് നിങ്ങളെ തന്നെ വിധിക്കുന്നതിനു പകരം സഹാനുഭൂതിയോടെയും കൗതുകത്തോടെയും അവയെ നിരീക്ഷിക്കുക എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് മികച്ചതായി തോന്നുന്ന ദിവസങ്ങളിൽ ആ വികാരത്തിൽ ശരിക്കും മുഴുകുക, അത് വർദ്ധിപ്പിക്കുക. അത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും നിറയ്ക്കട്ടെ. നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങളോട് ദയ കാണിക്കുക. ഇതും കടന്നുപോകുമെന്ന് ഓർക്കുക. നമ്മൾ ചർച്ച ചെയ്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ധ്യാനം, കൃതജ്ഞത, നല്ല സംസാരം നിങ്ങളുടെ ഊർജം മാറ്റാൻ സഹായിക്കുക. ഓർക്കുക, നിങ്ങൾ തികഞ്ഞവനാകാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് 100% സമയം അതിശയകരമായി തോന്നാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ ബോധപൂർവമായ സൃഷ്ടിയുടെ ഒരു പരിശീലനത്തിന് സ്വയം സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടാത്തതിനെക്കുറിച്ചല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ ആദ്യം അത് ചെറിയ കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനം തോന്നും. സമ്മർദ്ദം കുറച്ചുകൂടി നന്നായി കൈകാര്യം ചെയ്യും. നിങ്ങളുടെ ദിവസം മുഴുവൻ കൂടുതൽ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. എന്നാൽ നിങ്ങൾ ഈ പരിശീലനം തുടരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പതിവ് ഭാഗമാക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. അവസരങ്ങൾ മുന്നിൽ വരും. ആളുകൾക്ക് നിങ്ങളുടെ ഊർജ്ജത്തോട് ആകർഷണം തോന്നും. നിങ്ങളെ ശല്യപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ നിങ്ങളെ അത്രയധികം ബാധിക്കില്ല. നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെട്ടുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ കഷ്ടപ്പെടുകയോ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുകയോ ചെയ്തതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ വിശ്രമിക്കുകയും വിശ്വസിക്കുകയും വലിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പ്രതീക്ഷിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അതിനാൽ ഇന്നു മുതൽ ഇത് നിങ്ങളുടെ പരിശീലനമാക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ജീവിതത്തിന്റെ ഒഴുക്കിൽ വിശ്രമിക്കുക. എല്ലാം നിങ്ങളുടെ ഏറ്റവും വലിയ നന്മയ്ക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ഭാവിയിൽ എപ്പോഴെങ്കിലുമല്ല, ഇവിടെ, ഇപ്പോൾ തന്നെ. ഓർക്കുക, നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ സ്രഷ്ടാവ് നിങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്.